ഫഖുൽതു ഞാൻ പറഞ്ഞു ഇസ്തഗ്ഫിറു നിങ്ങൾ പൊറുക്കലിനെ തേടുക. അങ്ങനെയാണ് ഇപ്പോഴത്തെ അർത്ഥം. അങ്ങനെ അർത്ഥം പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഗതി നടക്കൂല എന്നുള്ളൂ. താഴെ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കൂല എന്നുള്ളൂ. പൊറുക്കലിനെ തേടുക, അള്ളാഹു പൊറുക്കുന്നവനാണ്. ആകാശം നിങ്ങളുടെ മേൽ ധാരധാരയായി അവൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഒരുപാട് മുതലും മക്കളും തരും. നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും തരും പൊറുക്കലിനെ തേടിയാൽ. ഇങ്ങനെ പൊറുക്കലിനെ തേടി ഇത് കിട്ടിയ ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉസ്താദന്മാർക്ക് കിട്ടണം. അമ്പാല് ഓലിപ്പോഴും യാചിക്കുകയാണ്. 5000 റുപ്യക്ക് പള്ളിക്ക് ഇമാമായിട്ടൊക്കെ 24 മണിക്കൂർ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ 33 വട്ടം, 5 വക്തിനും അസ്തഗ്ഫിറുല്ലാ 33 വട്ടം ചൊല്ലിക്കൊണ്ടിരിക്കും. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും, സമ്പത്ത് തരും, ജന്നാത്തിൻ തോട്ടങ്ങൾ തരും, അൻഹാറും നദികൾ തരും. ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടിക്കണം. മക്കളെ കിട്ടിക്കണം. അതല്ലെങ്കിലും കിട്ടും. അത് പൊറുക്കലിനെ തേടൊന്നും വേണ്ട. വേറെ എന്തെങ്കിലുമൊക്കെ തേടിയാണ്. ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ കവർ ചെയ്യാന്നാണ് ശരിക്കും വേടർത്ഥം. വഫറ. ഈ വഫറ എന്നുള്ള അക്ഷരത്തെ ഒന്ന് മാറ്റി എഴുതിയാൽ ഫറഹാന്ന് കിട്ടും അല്ലെ? ഇതേ അക്ഷരങ്ങൾ തന്നെ അല്ലെ? ഫറഹ എന്ന് പറഞ്ഞാല് ഒരു പണിയിൽ അവസാനിപ്പിച്ച് ഒഴിഞ്ഞിരിക്കുക, കാലിയാക്കുക എന്നാണ്. ഒരു പാത്രം നിറച്ച് അത് അതിനെ കാലിയാക്കി അത് ഫറഹയായി. ഇതാ ഫറഹത്തെ ഫൻസബ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വഫറ എന്നുള്ള ഈ 3 അക്ഷരം തന്നെയാണ് ഫറഹ. അതായത് കാലിയാക്കുക എന്നാണ്. ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നീ ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞാൽ അടുത്തതിലേക്ക് പ്രവേശിക്കുക എന്ന അർത്ഥത്തിൽ ഒരു വൈദാ ഫറഹത്ത ഫൻസബ് എന്ന് പറയലുണ്ടല്ലോ, അതാണ്. അപ്പോ അതേ അക്ഷരങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് വഫറ എന്നുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവയെ, ഒരു സംഗതിയോ നിറക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വസ്തുവോ ഒരു സംഗതിയോ നിറക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അറിവിന്റെ തെറ്റുകളും പിഴവുകളും ഒക്കെ ഇല്ലാതാക്കി ഒരിക്കലും തെറ്റുകൾ വരാത്ത രൂപത്തിൽ അറിവിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുക. അതാണ് ആ പറയുന്നത്. ഇനി അറിവിന്റെ കമ്മി കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പിഴവ് സംഭവിക്കരുത്. അറിവിന്റെ കമ്മി കൊണ്ടോ അജ്ഞത കൊണ്ടോ ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ പിഴവ് സംഭവിക്കാതിരിക്കാൻ അറിവിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടിയും ജ്ഞാനത്തിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ റബ്ബിനോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ ചിന്തയോട് ആവശ്യപ്പെടുക. റബ്ബുകൾ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. കൗക്കബ് റബ്ബാണ്. കൗക്കബിന്റെ അവിടെ നിന്നാൽ കുക്കിബൂ പിന്നാർ, അവൻ നരകത്തിൽ കുത്തിമറിയേണ്ടി വരും. അതാണ് കൗക്കബിൽ നിൽക്കരുത്, അവൻ കുക്കിബൂ പിന്നാർ, അവൻ നാറിൽ മറിയേണ്ടി വരും. അതാണ് ഇബ്രാഹിം കൗക്കബ് കണ്ടപ്പോ അവിടെ നിന്നില്ല. മനസ്സിലായില്ലേ? അതായത് കൗക്കബ് എന്ന് പറയുന്നത് നക്ഷത്രമല്ല. നമ്മൾ കൗക്കബ് എന്ന് പറയുമ്പോ നമ്മളെ വിചാരം നക്ഷത്രം, ആകാശത്തിരിക്കുന്ന നക്ഷത്രം കണ്ടു എന്നാണ്. നക്ഷത്രത്തെ നോക്കി പുറപ്പെടണം. നജുമിനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കൗക്കബിനെ വല്ലാതെ ആശ്രയിക്കരുത്. കൗക്കബിനെ ആശ്രയിച്ചാൽ അവൻ കുക്കിബൂ ഫിന്നാർ എന്ന് ഖുർആൻ പറഞ്ഞതാ. അവൻ അഗ്നിയിൽ തലകുത്തി മറിയേണ്ടി വരും. അറിവിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം കൗക്കബിനെ വിട്ടത്, അവിടെ നിന്നില്ല. പിന്നെ അദ്ദേഹം ഖമറിനെ കണ്ടു. ഖമർ റബ്ബാണെന്ന് പറഞ്ഞു, അതും അപൂർണമാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ ഷംസിനെ കണ്ടു, ഷംസ് റബ്ബാണെന്ന് പറഞ്ഞു, അതും അപൂർണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നീട് ഇതൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവിലേക്ക്, ഒരിക്കലും നശിക്കാത്ത വീക്ഷണം ഉള്ള അള്ളാഹുവിലേക്ക് പിന്നീട് പോകുന്നത്.